എൻ്റെ പുനർജനി ഹസ്തരേഖ ഹസ്തരേഖയിലോട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ജ്യോതിഷവും ഹസ്തരേഖയുടെ ചേർത്ത് വിവാഹ രേഖയും ജ്യോതിഷവും ചേർത്ത് രണ്ടും കൂടെ ചേർത്ത് വിവാഹത്തിനെ പറ്റി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി പേർക്ക് ഞാനിപ്പോൾ ഈ ജ്യോതിഷം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അന്നേരം എല്ലാം ഓരോരുത്തരും വന്ന് ചോദിക്കാറുണ്ട്, മാഡം അതിൻ്റെ വിവാഹം നടക്കുന്നില്ല, എന്താണ് കാരണം? അത് നമ്മളൊരാളുടെ കൈ നോക്കുമ്പോൾ തന്നെ വിവാഹം കഴിഞ്ഞ വ്യക്തിയാണെങ്കിലും വിവാഹം കഴിയാത്തൊരു വ്യക്തിയാണെങ്കിലും ആ ജ്യോതിഷവും ഹസ്തരേഖയും കൂടെ നോക്കി നമുക്ക് കമ്പയർ ചെയ്ത് പറയാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മുടെ വിവാഹരേഖ നോക്കുമ്പോൾ വിവാഹരേഖ നല്ല നേർത്ത് സ്പഷ്ടമായിട്ട് ഒരു വളവോ തിരിവോ ഒന്നുമില്ലാതെ വിവാഹരേഖ നന്നായിട്ട് ഒരു കുഴപ്പമില്ലാതെ പോകുകയാണെങ്കിൽ നമുക്ക് പറയാം നിങ്ങൾ സന്തുഷ്ടമായൊരു വിവാഹ ജീവിതം നയിക്കുന്നതാണ്. ഒരു ലേഡി ആയാലും ഒരു പുരുഷനായാലും അവരുടെ ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ നല്ല പുഷ്ടിയുള്ള വിവാഹരേഖയിലൂടെയാണ്. നമ്മൾ ജാതകത്തിലാണെങ്കിൽ 7ാം ഭാവമോ 8ാം ഭാവമോ ഒക്കെ നോക്കിയാണ് നമ്മൾ പറയണത്. അവിടെ എന്തെല്ലാം ബ്ലോക്ക് 7ാം ഭാവത്തിൽ ഏതെല്ലാം ഗ്രഹങ്ങളുടെ ഒരു ബ്ലോക്ക് നമുക്ക് വരുന്നുണ്ട്, അതെല്ലാം നമുക്ക് ഈ വിവാഹരേഖ നമ്മുടെ ഈ ഭാഗത്താണ് വിവാഹരേഖ അറിയാൻ പറ്റുന്നത്, നമുക്കറിയാനായിട്ട് സാധിക്കും. ഇനി ചിലവർക്ക് സംശയം കാണും, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണ്, ആരുടെയെങ്കിലും കൂടെ പോയാൽ പുരുഷൻ പറയും ഭാര്യ എങ്ങനെയാണ്, അതെല്ലാം നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ വിവാഹരേഖ നോക്കി അറിയാനായിട്ട് സാധിക്കും. വിവാഹരേഖയ്ക്ക് എപ്പോഴും നീളം തന്നെ നല്ല നീളമുള്ളൊരു വിവാഹരേഖ ഉണ്ടെങ്കിൽ നിങ്ങളെന്തിനും ഭയപ്പെടണം, നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ വൈഫ് നല്ലത് തന്നെയാണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ വിവാഹരേഖ ഒന്ന് ചരിഞ്ഞ് ഹൃദയരേഖയിലൂടെ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ഹസ്ബൻഡിൻ്റെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ. അതും നമ്മുടെ ജ്യോതിഷത്തിൽ അറിയാൻ പറ്റും, ഗ്രഹനിലയിൽ അറിയാൻ പറ്റും ഹസ്ബൻഡിൻ്റെ അസുഖങ്ങൾ, ഹസ്ബൻഡിൻ്റെ അപകടങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പാപസാമ്യം നോക്കി വിവാഹം നടത്തുന്നത്. കാരണം കോമ്പൻസേറ്റ് ചെയ്ത് പോകണം, ഇല്ലെങ്കിൽ പകുതി വഴി വെച്ചങ്ങ് നിൽക്കും. അപ്പോൾ നമ്മളൊരു വണ്ടി ഓടണമെങ്കിൽ നല്ല രീതിയിൽ ഓടണം. അതാണ് ഇവിടെ പാപസാമ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ 7ാം ഭാവത്തിൽ സൂര്യൻ വരാൻ പാടില്ല, അഷ്ടമത്തിൽ സൂര്യൻ വരാൻ പാടില്ല. അപ്പം നമുക്ക് അവിടെയല്ല, നമുക്ക് പെൺകുട്ടിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പുരുഷനും അതിനനുസരിച്ച് കോമ്പൻസേറ്റ് ചെയ്ത് തന്നെ അതാണ് ചൊവ്വ ദോഷമൊക്കെ പറയുന്നത്. ഇവിടെ വിവാഹരേഖയിൽ ഒരു കറുത്ത സ്പോട്ട് വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം നമ്മുടെ പാർട്ട്ണർക്ക് പെട്ടെന്ന് എന്തെങ്കിലും അപകടങ്ങളോ ഇതൊക്കെ വന്ന് പോകാം. നമുക്ക് എപ്പോഴും ഈ നമ്മുടെ ഹസ്തരേഖയിലായാലും ജ്യോതിഷത്തിലായാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ വന്നു പോകാമെന്നേ പറയാവൂ. അല്ലാതെ വരും എന്നപ്പോഴും നമ്മളാരും ദൈവങ്ങളെല്ലാം നമ്മൾ ഈശ്വരനിൽ അർപ്പിച്ച് ചെയ്യുക. എൻ്റെ ഗുരുനാഥൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചിലൂടെ എന്താപത്തും ഈശ്വരനിലൂടെ നമുക്ക് മാറ്റാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പഷ്ടമായിട്ട് അറിയാൻ പറ്റും വിവാഹരേഖ മുറിയാൻ പാടില്ല. വിവാഹരേഖ മുറിഞ്ഞാൽ തീർച്ചയായിട്ടും ഡൈവേഴ്സ് വരുമെന്നുള്ള ഒരു സംശയവും വേണ്ട. നേരത്തേക്ക് അറിയുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പ്രാർത്ഥനയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വിവാഹരേഖ ഒന്ന് ഇങ്ങോട്ട് രണ്ട് സൈഡ്, ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ, രണ്ട് സ്ഥലത്തോട്ട് പോവുകയാണെങ്കിൽ അതും നമുക്ക് വേർപാട് തന്നെ പറയാം. വിവാഹരേഖ തുടങ്ങുന്നിടത്ത് ചെറിയ കണ്ണിൻ്റെ ആകൃതി, വിവാഹരേഖ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വിവാഹരേഖയാണ്, അവിടെ ഒരു കണ്ണിൻ്റെ ആകൃതിയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും അപകടം വരാതെ സൂക്ഷിക്കുക. ഇനി ഞാൻ ഈയിടെയായിട്ട് യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഒത്തിരി ഹാൻഡ് അയച്ചു തരുന്നുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ കുറേ പഠിക്കുമെങ്കിലും അതിലുപരി നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ കൈരേഖ നോക്കി ഒത്തിരി പേർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ബുക്കുകളിലൊന്നും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പഠിക്കാനും കൂടെ പറ്റും. ഈ വിവാഹരേഖ ഹൃദയരേഖയും കഴിഞ്ഞ് ബുദ്ധിരേഖ കഴിഞ്ഞ് അതും കഴിഞ്ഞ് ആയുർരേഖ വരെ വളഞ്ഞ് പോയിട്ട് അവിടെ ഒരു ബ്ലാക്ക് സ്പോട്ട് ഉണ്ടായിരുന്നു. അപ്പം പലരിടത്തും നമുക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കിത് സംഭവിച്ചിട്ടുണ്ടോ ഒന്ന് ചോദിക്കും. ഞാൻ ഹസ്ബൻഡ് ഉണ്ടോ എന്നേ ചോദിക്കാൻ പറ്റും. ഹസ്ബൻഡ് ഉണ്ടോ, ഹസ്ബൻഡിന് എന്തെങ്കിലും പറ്റിയോ, അതാ പിണങ്ങി മരിച്ചോ എന്ന് ചോദിക്കാൻ പാടില്ല. അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല മാഡം എൻ്റെ ഹസ്ബൻഡ് മരിച്ചു എന്ന്. അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഒരു പുസ്തകത്തിലും കാര്യത്തില്ലാത്തതാണ് ഞാൻ ആ കയ്യിൽ കണ്ടത്. അതായത് നമ്മുടെ വിവാഹരേഖ, ഹൃദയരേഖ, ബുദ്ധിരേഖ, ആയുർരേഖ എല്ലാം കഴിഞ്ഞിട്ട്
ഇനി വന്ന് വളഞ്ഞ് വന്നു കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ടൊന്ന് വളയണ കാര്യമാണ് പറയണത്. ഇത് വളഞ്ഞ് വന്നിട്ട് ഒരു കറുത്ത സ്പോട്ട് നമ്മുടെ കയ്യിൽ ആ ലേഡിയുടെ മരിച്ചു പോയി എന്ന് അവരെൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ ഹസ്ബൻഡ് പോകുമ്പോൾ നമ്മളെ സുഖ സൗകര്യങ്ങളെല്ലാം പോകും എന്നുള്ളതാണ് ആ ഒരു ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പം വിവാഹരേഖ അത് വേറൊരു ഏറ്റവും വളരെ ഞാൻ 95% അതിന് ഞാൻ ഗ്യാരണ്ടി പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ വിവാഹരേഖ സൂര്യരേഖ ടച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഏറ്റവും നീളം കൂടിയ വിവാഹരേഖ സാമാന്യ നീളമായിരിക്കും, പക്ഷെ വളരെ നീളം കൂടി നമ്മളെ സൂര്യരേഖയായിട്ട് ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം നമ്മളെ കല്യാണം കഴിക്കാൻ പോണ ഒരു വ്യക്തി കുറച്ചും കൂടെ പൈസയോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റോ അല്ലെങ്കിൽ എപ്പോഴും സൂര്യരേഖ കലാകാരനാണ്, കലാപരമായിട്ട് അറിയപ്പെടുന്ന ആളോ അല്ലെങ്കിൽ നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും നിങ്ങളെ കല്യാണം കഴിക്കുന്നത്. അത് മാത്രമല്ല ആ കുടുംബത്തിലെ സർവ്വ ഉത്തരവാദിത്വം നിങ്ങൾ അവരുടെ എസ്റ്റേറ്റുകളും അതെല്ലാം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. ഇങ്ങനെ ഒരു വിവാഹരേഖ ഞാനൊരു 4 പേരുടെ കയ്യിൽ കണ്ടിട്ടുണ്ട്. 3 പേരും കല്യാണം കഴിഞ്ഞ നല്ല നിലയിലായിട്ടുണ്ട്, ഒരാൾ മാത്രം ആയിട്ടില്ല. അത് ഞാൻ അനലൈസ് ചെയ്ത് ഞാൻ റിസർച്ച് ചെയ്ത് പഠിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇനി നിങ്ങൾക്കറിയാമോ ഈ 10, 35, 36 ഒക്കെ കല്യാണം കഴിയാതിരിക്കുന്നത് അവരുടെ മുൻജന്മ കർമ്മഫലം തന്നെയാണ്. അതാണ് സൂര്യനുമായിട്ട് ഞാൻ അനലൈസ് ചെയ്യണം. ഞാൻ ഒരുപാട് കാര്യം ജ്യോതിഷമായിട്ട് ഞാൻ പരിഹാരം പറഞ്ഞു കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഒരു ചെറിയ സൊല്യൂഷൻ മതി വിവാഹം നടക്കാൻ. മിക്കവാറും പാപം നമ്മൾ മുൻജന്മ കർമ്മബലം എന്ന് പറയുന്നത് സൂര്യൻ നമ്മുടെ ഏതൊക്കെ ഭാവമാണ് നശിപ്പിക്കുന്നതെന്ന് നോക്കിയാൽ അറിയാം. ചിലവർക്ക് 7ാം ഭാവം തന്നെ നശിപ്പിക്കുക. 7ാം ഭാവം എന്നുള്ള നമ്മുടെ മാംഗല്യം, കിടപ്പുമുറി, പാർട്ട്ണർഷിപ്പ് ഇതെല്ലാം നമ്മൾ അവിടെ അങ്ങ് നടിച്ച മുൻജന്മത്തെ കർമ്മബലമാണ്. അന്നേരം നമ്മൾ ആരെയാണ് മുറുകെ പിടിക്കേണ്ടത്? മാർക്കണ്ഡേയൻ മഹാദേവനെ മുറുകെ പിടിച്ചതുപോലെ കല്യാണം നടക്കാൻ വേണ്ടി ഭഗവാനോട് യാചിക്കണം. ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, നടത്തി കൊടുത്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ വിവാഹം ചിലവർക്ക് നടക്കാൻ ഒരു ചാൻസും ഇല്ല. അത് നമ്മുടെ മുൻജന്മ കർമ്മഫലമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മുൻജന്മ കർമ്മഫലം എന്ന് വെച്ചാൽ വിവാഹരേഖ നമ്മുടെ മുകളിലോട്ട് പോകും. ബുധവിരൽ, ഇതാണ് ബുധവിരൽ, ഈ വിരലിൻ്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പറയാം വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ വരുന്നവരടുത്ത് നമ്മൾ നിരാശപ്പെടുത്തി അവർ കൂടുതൽ നെഗറ്റീവായിട്ട് മാറും. അങ്ങനെ പറയുമ്പോൾ അത് വേണ്ട. നന്നായിട്ട് നെഗറ്റീവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, വിവാഹം നടക്കും, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറയും. പക്ഷെ നടക്കാൻ ബുദ്ധിമുട്ടാണ്. നല്ല ഷാർപ്പായിട്ടുള്ള പരിഹാരമാണ് അവിടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഒരു ഉപവാസമൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ അവിടെ മാറ്റം വരുത്താൻ പറ്റും. ഒരു നദിയുടെ ഒഴുക്കിനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുള്ളത്. വിവാഹരേഖയെപ്പറ്റി നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. എൻ്റെ വാട്സപ്പ് നമ്പർ 90 74 26 23 06 എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളാരും മറക്കരുത്. നന്ദി, നമസ്കാരം.